ിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണ്. കഴിഞ്ഞ വർഷം നടത്തിയ PSC പരീക്ഷ നടത്തിയ പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/24 LGSൻ്റെ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ നല്ല GK ക്വസ്റ്റ്യൻസ്, വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് മെയിൻസ് എഴുതുന്നവർക്കും അതുപോലെ കേരള PSC എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ് ഇത്? വില്യം ബെൻഡിക് പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇതിൽ ശരിയായ മാത്രം വായിച്ചു പോകാൻ നമുക്ക് വേഗം. അത് ഒന്നാമത്തത് മാത്രമാണ് ശരിയായ പ്രസ്താവന. അതായത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇതെപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് നാനാ സാഹിബ് കാൺപൂർ എന്നുള്ളത്. നാനാ സാഹിബ് താന്തിയ തോപ്പിയുമാണ് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാർ. നെക്സ്റ്റ് വരുന്ന ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ആൻസർ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണിത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം. മുസ്ലിങ്ങൾക്ക് വേണ്ടി അലിഗഡ് പ്രസ്ഥാനം. നെക്സ്റ്റ്, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? അതായത് മിറാദുൽ അക്ബറും അതുപോലെ സംവാദ് കൗമുദിയുമാണ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശബരി ആശ്രമം എവിടെയാണുള്ളത്? പാലക്കാട്. ശബരി ആശ്രമം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. ഓക്കെ. ഇനി EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? അറിയാവുന്ന ക്വസ്റ്റ്യനാണിത്. ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കർ, വൈക്കം സത്യാഗ്രഹം. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് വിട്ടേക്കാം നമുക്ക്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഏതായിരുന്നത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഏതായിരുന്നു? ആൻസർ ആർട്ടിക്കിൾ 24 ആണ്. ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24 ആണ്. അടുത്ത ക്വസ്റ്റ്യന്, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ആൻസർ എന്താണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഒന്നുകൂടി നമുക്ക് സ്പീഡിൽ പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ആമുഖം ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവസാന ഭേദഗതി സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്.
നെക്സ്റ്റ്, 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4-ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ്. സ്ഥിരതയോടുകൂടി വളർച്ച, അതുപോലെ തന്നെ സ്വാശ്രയത്വമാണ് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 4-ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടി വളർച്ചയും സ്വാശ്രയത്വമാണ്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചു? ഈ 3 മാർഗങ്ങളും സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. നമുക്കറിയാമല്ലോ അല്ലേ, ജുനഗഡും അതുപോലെയുള്ള ഹൈദരാബാദ് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. അതിൽ സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം, ഈ 3 രീതികളിലൂടെയാണ് 3 രീതികൾ സ്വീകരിച്ചിട്ടാണ് അവരെ എന്ത് ചെയ്തത്? നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാൻ പറ്റിയത്. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതായിരുന്നു? ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഏത് പേരിലാണ്? സഫേദ് സാഗർ. 99 സഫേദ് സാഗറാണ്. നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയാണ്. അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറമാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എവിടെയാണ്? എന്താണ് കാരണം? ഇരുമ്പാണ്. ഇന്ദ്രാവതി നദിയുടെ പോഷക നദിയാണ്. ഏതിൻ്റെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷകമാണ് ഇന്ദ്രാവതി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003 ആണല്ലേ. പാമ്പാടും ചോലയെ 2003 ലോകരാജ്യങ്ങൾ അവിടെ വലിപ്പത്തിൽ 7-ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 7-ാം സ്ഥാനം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ആണ് കേട്ടോ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ആണ്, 28 കേട്ടോ. 3.28 ചതുരശ്ര ഉണ്ടോ, ദശലക്ഷം കൂടെ വരുന്നുണ്ട് കേട്ടോ, നോക്കിക്കണം. 3.28 ആണത്. ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? മമ്മൂട്ടിയായിരുന്നു. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയിലാണ്. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കക്കാട് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? പത്തനംതിട്ട. മറക്കണ്ട. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഏതാണത്? 18 ചക്ക. റാം കെയർ ഓഫ് ആനന്ദ് എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ഏതാണ്? സുമതി. നെക്സ്റ്റ്, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? എത്രയാണത്? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയ്ക്കാണ്? ആർക്കാണ് വനഭൂമി കൂടുതലുള്ളത്? ആർക്കാണത്? വനഭൂമി കൂടുതലുള്ളത് വയനാടിനാണ്. വനഭൂമി. ഓക്കെ, അത് നോക്കുക. വനഭൂമി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വയനാടാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല ആണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിൻ്റെ കായൽ? കായൽ ഏതാണ്? കായൽ ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതി.
എഫ് അല്ലേ, എഫ് ആകൃതി ശാസ്താംകോട്ടക്കായൽ. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് വരുന്നത് സി ആണ് വരിക. അതായത് ഏതൊക്കെ വരാം, ഇതറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. റീഡ് തവള, എന്താണ് പറയുക, കക്കയം അല്ലേ, കക്കയം കാണുന്നു. ചാമ്പൽ മലയണ്ണ നമുക്കറിയാം അല്ലേ, എവിടെയാണിത്, ചിന്നാർ വരുന്നു. സിംഹവാലൻ കുരങ്ങ് വരുന്നുണ്ട്. സൈലൻറ്റ് വാലി, വരയാട്, ഇരവികുളം. അത് സിമ്പിളായതായിരുന്നു. നെക്സ്റ്റ് താഴെ പറഞ്ഞത് ശരിയായ പ്രസ്താവന എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആൻസർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. മാനക രേഖാംശം 82 ഡിഗ്രി, പൂർണ്ണ രേഖാംശം 82.5 ഡിഗ്രി. പൂർണ്ണ രേഖാംശം, പൂർണ്ണ മീൻസ് പൂർവ്വ രേഖാംശം 3214 കിലോമീറ്റർ, 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. പിന്നെ വടക്കേറ്റത്ത് ഇന്ദിരാ കോൾ, തെക്കേറ്റത്ത് ഇന്ദിരാ പോയിൻറ്റ്. നെക്സ്റ്റ്, ഇന്ത്യൻ ജലസേന പദ്ധതി പ്രകാരം ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? അതിൽ 2ഉം 4ഉം നമുക്ക് വായിച്ചു നോക്കിയാൽ മതി, അതാണ് ശരിയുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഹിരാക്കുഡും നാഗാർജുന സാഗറും ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായി ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇവിടെ എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഈ 1ാമത്തതും 3ാമത്തതും എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആൻസർ 1ഉം 3ഉമാണ്. ലോക്സഭയുമായി ബന്ധമില്ലാത്ത കാര്യം. അപ്പോൾ ബന്ധമുള്ള എന്തൊക്കെയായിരിക്കണം? നമുക്ക് ലോക്സഭ എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. അതുപോലെ ജനപ്രതിനിധി സഭയെന്നും അറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അതുപോലെ ജനപ്രതിനിധി സഭയെന്നും എന്തറിയപ്പെടുന്നു? ലോക്സഭ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക, വരാഹമിഹിരനൊക്കെ ഉണ്ട്. ചേരുംപടി ചേർക്കുമ്പോൾ അവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നോക്കാം ഏതാണെന്നുള്ളത്. വരാഹമിഹിരൻ്റെ നമുക്ക് ലഘുജാതകം, വരാഹമിഹിരൻ ലഘുജാതകം. നെക്സ്റ്റ് കാളിദാസൻ്റെ നമുക്കറിയാം, കാളിദാസൻ്റെ വിക്രമോർവശീയം. അത് കുറേ വർഷങ്ങളുള്ളതാണ്. കാളിദാസൻ വിക്രമോർവശീയം. അടുത്തത് വിശാഖദത്തൻ മുദ്ര, അല്ലെ വിശാഖൻ്റെ മുദ്രരാക്ഷസം. ഓക്കെ, വിശാഖദത്തൻ മുദ്രരാക്ഷസം. ശുദ്രകൻ്റെത് എന്താണത്? മൃച്ഛകടികം. ശുദ്രകന് മൃത്ത് പഴയ ക്വസ്റ്റ്യൻ തന്നെയാണ്. വരാഹമിഹിരൻ എനിക്ക് കുറച്ച് പുതിയത്. വരാഹമിഹിരൻ ലഘുജാതകം, കാളിദാസൻ്റെ വിക്രമോർവശീയം, വിശാഖദത്തൻ ഏതായിരുന്നു? വിശാഖ മുദ്രരാക്ഷസം. ശൂദ്രകൻ എന്ന് പറയുമ്പോൾ മൃച്ഛകടികവും ആണ്. ഇനിയുള്ളത്, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം, അല്ലേ, പഴയ ക്വസ്റ്റ്യനാണ്. സ്വിഫ്റ്റ് 7 ആണ്. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഇവിടെ അഗസ്ത് കോംതെ. സമൂഹശാസ്ത്രം. 22 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിനസന്ദേശം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം. ഏതാണത്? മണ്ണ് ദിനം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നുള്ളതാണ് മണ്ണ് ദിനം. ഓക്കെ, പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കായിരുന്നു? ക്ലോഡിയ ഗോൾഡിൻ. നെക്സ്റ്റ്, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വിറ്റാമിൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ എ, അല്ലേ, നമുക്കറിയാം. നിശാന്തത അറിയാം, അല്ലേ, മങ്ങി പിടിച്ച സിറോഫ്താൽമിയ, അല്ലേ, സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്, അല്ലേ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്ന ഏതാണ്? വരുമാനത്തിനകത്ത് നമുക്ക് ആൻസറില്ല കേട്ടോ. ഈ വൈകി വേളയിൽ കിടന്നുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട, അത് വിട്ടേക്കാം. ഓക്കെ, അറിയാതെ വായിച്ചു പോയി നോക്കട്ടെ. നെക്സ്റ്റ് വരുന്നത് ദേശീയ വനനയം. അതൊക്കെ പഠിക്കണം. 88 ദേശീയ വനനയം കേട്ടോ. 87 ദേശീയ വനനയം. വനം. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡേറ്റ ബുക്ക് ഏതാണത്? IUCN ആണ്.
അല്ലെ, ഇൻ്റർനാഷണൽ യൂണിയൻ എന്നൊക്കെ ഉള്ളത്. റെഡ് ഡേറ്റ ബുക്ക്, ഇത് ചുവന്ന ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ മാത്രം എടുത്തിട്ട് അവരുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തി വെക്കും അല്ലേ. അപ്പോൾ അവരുടെ ലിസ്റ്റിൽ നമ്മളവരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. ഏത് ജീവികളെ, ജീവജാലങ്ങളെ, പക്ഷികളായാലും മൃഗങ്ങളായാലും ചെടികളെയായാലും മരങ്ങളെ. അപ്പോൾ അങ്ങനെയുള്ള വംശനാശ ഭീഷണി പോവുകയാണെങ്കിൽ ഒരു 5 കൊല്ലം 10 കൊല്ലം ഇല്ലെങ്കിൽ ഒരു 50 വർഷം എന്നൊക്കെ എടുക്കാം. അതിനിടയ്ക്ക് അവരുടെ നമ്പർ സംഖ്യ കുറവായിരിക്കും അല്ലേ, അതായത് അവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ജീവിതകാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പക്ഷിശൃംഖല പൂർണ്ണമാകുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനാണ് ഈ ചുവന്ന ബുക്ക്, റെഡ് ഡേറ്റ ബുക്ക് കൊടുക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു ബുക്ക് പ്രാധാന്യം. അപ്പോൾ എന്താണ്, അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCNകാരാണത് ചെയ്യുന്നത്. ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. അടുത്ത് നോക്കാം ഏതാണെന്ന്. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് സിഗ് അല്ലേ. സിഗ് സിംബാബ്വെ സിഗ്. നെക്സ്റ്റ്, നിത്യജീവിതത്തിൽ ഒഴിച്ചുവിടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിവേപ്പ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ രാസനാമം എന്താണ്? സോഡിയം എല്ലാവർക്കും അറിയാം, സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡാണ്. പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും അത്? രാസോർജ്ജം അല്ലേ. അതിനെ പല രൂപത്തിലിട്ട് കാട്ടി ഒരു ബൾബാണ് എന്ത് ചെയ്യും? അതിലുള്ളത് പ്രകാശോർജ്ജമേ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ രാസോർജ്ജമാണ് ഏത് പദാർത്ഥങ്ങളിലും ഉള്ളത്. അതേ നമുക്ക് എന്തിനാണോ വകഭേദമാക്കി മാറ്റും. രാസോർജ്ജത്തിനെ പ്രകാശോർജ്ജമാക്കുന്നു, വൈദ്യോർജ്ജമാക്കുന്നു അല്ലേ. അങ്ങനെ പല രീതിയിൽ മാറ്റാൻ കഴിയും. നെക്സ്റ്റ്, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അടുത്തത്, ഇതിൽ ആറ്റത്തെക്കുറിച്ചുള്ള സംഭവമാണ്. നമുക്ക് വേണ്ട എന്നാണ്. എല്ലാം ശരിയായ പ്രസ്താവന നമുക്ക് വായിച്ചു പറയാം. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റമെന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും ഉണ്ടായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. തിയറീസാണ് അതൊക്കെ. നെക്സ്റ്റ് 64ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ എല്ലാ അയിരുകളും ധാതുക്കളാണെന്ന് അതങ്ങ് പഠിച്ചു വയ്ക്കുക. എല്ലാ അയിരുകളും ധാതുക്കളാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധമാണ്. നെക്സ്റ്റ്, 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നാണ് ചോദ്യം വരുന്നത്. അവിടെ 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് അല്ലേ. രാസനിർമ്മാണശാല എന്നൊക്കെ പറയുന്നത് കരളാണ്. അപ്പോൾ നമ്മുടെ ഫാറ്റി ലിവറൊക്കെ ഇവിടുത്തെ അവയവത്തിനെ ബാധിക്കുന്നതാണ്, കരളിനെ ബാധിക്കുന്നതാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ പ്രൊട്ടോസോവ രോഗം, പ്രൊട്ടോസോവൻസ് എന്ന് പറയും അല്ലേ. ചെറിയ സൂക്ഷ്മാണുജീവികളാണ് പ്രൊട്ടോസോവൻസ് പറയുന്ന ആ രോഗം. പ്രൊട്ടോസോവ രോഗം ഏതാണ്? ആൻസർ എന്താണ്? നമുക്ക് മലമ്പനിയാണ് അല്ലേ. മലമ്പനിയാണ് പ്രൊട്ടോസോവ രോഗം. ഏത് പ്രൊട്ടോസോവയാണത്? പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ഈ മലമ്പനി എന്ന അസുഖം ഉണ്ടാക്കുന്നത്. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണത്? ഫൈബ്രിനോജനാണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ. അപ്പോൾ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും അങ്ങനെ 3 പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഫൈബ്രിനോജനാണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നില്ലേ. ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി നാരുകൾ വരുന്നുണ്ട്. ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റിയിട്ടാണ് ഒരു വല പോലെ നെയ്തിട്ടാണ് അതിലേക്ക് എന്ത് ചെയ്യുക, രക്തകോശങ്ങളൊക്കെ വന്ന് അടിയും. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുക ചെയ്യാം. ഫൈബ്രിനോജൻ്റെ പൊട്ടൽ സഹായത്തോടുകൂടി നമുക്ക് അതായത് ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിന് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫൈബ്രിൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ബ്ലഡ് വരുമ്പോഴത്തേക്കിന് ഫൈബ്രിൻ ത്രെഡ്സ് നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ മുറിവുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഫൈബ്രിനോജൻ ഉള്ളത് കൊണ്ട് ഫൈബ്രിൻ ത്രെഡ്സ് നാരുകൾ പോലെ
ഒരു വല നെയ്യും. ആ വലയിലേക്ക് നമ്മുടെ ബ്ലഡ് ഒഴുകി വരുമ്പോൾ സംഭവിക്കുന്നത് രക്തകോശങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല കേട്ടോ. രക്തകോശങ്ങൾ, അതായത് രക്താണുക്കളും ഇല്ലേ, WBC ഒക്കെ ഇല്ലേ, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ വന്ന് വീണിട്ട് ബാക്കി സിറം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഒഴുകി വരും. മുറിവ് കഴിയുമ്പോൾ ഒരു മഞ്ഞ പോലെ സാധനം ഒഴുകത്തില്ല, അതാണ് സിറം എന്ന് പറയില്ലേ, അതാണ് പ്ലാസ്മയാണത്. ബാക്കി രക്തകോശങ്ങൾ ഇവിടെ ഇങ്ങനെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ക്ലോട്ടായിട്ട് മാറുകയും ചെയ്യും. ഇത് ആ ഒരു ബാക്കി നമ്മുടെ കട്ടിയുള്ള ഭാഗം, ഏത് ഭാഗം മുറിഞ്ഞാലും ഇങ്ങനെ ഉരഞ്ഞു കഴിയുമ്പോഴൊക്കെ ഉരഞ്ഞ മുറിവുണ്ടാകുമ്പോഴെന്താ ഒരു വെളുത്തൊരു ചെറിയ മഞ്ഞ അതിങ്ങനെ വരും. അതാണ് പ്ലാസ്മ അല്ലെങ്കിൽ സിറം എന്ന് പറയുന്നതിന്. അപ്പം ഇങ്ങനെയാണ് ഇവിടെയാണ് എന്ത് ചെയ്യുക, രക്തകോശം കട്ട പിടിച്ചിട്ട് രക്തം കട്ട പിടിക്കുന്നത്. അങ്ങനെയാണ് ഫൈബ്രിനോജൻ്റെ ഫംഗ്ഷൻ. അതാണ് ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റുന്നതാണ് ഫൈബ്രിനോജൻ്റെ ശരിക്കുള്ള ധർമ്മം അല്ലേ. അപ്പം അതിലേക്ക് ആ നെറ്റ്വർക്കിലേക്ക് രക്തകോശങ്ങൾ വന്ന് ബ്ലഡിലുള്ള രക്തകോശങ്ങൾ വന്നിട്ട് വീഴുന്നു. അരിപ്പ പോലെ ഇങ്ങനെ അരിച്ച് മാറ്റിയിട്ട് ബാക്കി സിറം പോകുന്നു. അതാണ് എൻ്റെ ഫംഗ്ഷൻ, ധർമ്മം ഇവിടുത്തെ അതാണ്. നെക്സ്റ്റ് വരുന്നത് മസ്തിഷ്കത്തിലെ വൈതരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മസ്തിഷ്കം, നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങൾ അല്ലേ, അത് കറക്റ്റായില്ലെങ്കിൽ നമുക്ക് എന്താ വട്ടെന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആവണം അല്ലേ. അപ്പോൾ എന്താ പറയുക, തമാശയല്ല, കറക്റ്റ് ആവണം. അപ്പോൾ എന്താണത്, EEG ആണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG ആണ്. ഇത് BCG വാക്സിനൊക്കെയാണ്, നമുക്കറിയാമല്ലോ. നെക്സ്റ്റ്, രോഗകാരികളെ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാട്ടം ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി. രോഗകാരികളെ സൂക്ഷ്മജീവി അല്ലേ, കോവിഡൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ ചോദിക്കാം. കാർസാപ്പ് അല്ലേ, കാർസാപ്പ് എന്നുള്ള ആ പദ്ധതിയാണ് കാർസാപ്പ്. 71 ആൻസർ. നെക്സ്റ്റ്, സസ്യകോശങ്ങൾ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? സസ്യകോശങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലേ, ജന്തുകോശ സസ്യകോശ വ്യത്യാസം എന്താ? ജന്തുകോശങ്ങളിലെ കോശഭിത്തിയിൽ എന്ത് കാണും, സെല്ലുലോസ് എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടല്ലേ, അതിൽ കോശഭിത്തി കട്ടി കൂടുതലാണ് സസ്യങ്ങളിൽ. അപ്പോൾ അവിടെ സെല്ലുലോസാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് തമ്മിൽ എന്താണ്, അടുത്ത കോശങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാവണം അല്ലേ. ബന്ധമുണ്ടാകുമ്പോൾ ഇതിനിടയ്ക്കുള്ള കണക്ഷൻസ് വേണം. ഇവിടെ നിന്നുള്ള പദാർത്ഥങ്ങൾ അങ്ങോട്ട് സംവഹനം ചെയ്ത് പോകണം. ഗ്ലൂക്കോസ് ആയാലും മറ്റ് ഫ്രക്ടോസ് ആയാലും എന്തൊക്കെ സാധനങ്ങളായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് സംവഹനം ചെയ്ത് പോകണമെങ്കിൽ അല്ലേ, ആ കോശദ്രവ്യപാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റയാണ്. പ്ലാസ്മോഡെസ്മേറ്റ ആണത്, പ്ലാസ്മോഡെസ്മേറ്റയാണ് പോവുക. അപ്പോൾ അതായത് ഗാഢത കൂടിയ ഭാഗത്തുനിന്നും കുറഞ്ഞ ഭാഗത്ത് കോശദ്രവ്യങ്ങളായാലും പോകുകയുള്ളെങ്കിൽ പോലും അപ്പോൾ എന്ത് വേണം, അവിടെ ഒരു പാത്ത് എന്ത് വേണം, ഒരു വഴി എന്ത് വേണം, അത് പ്ലാസ്മോഡെസ്മേറ്റ ഉണ്ടായിരിക്കണം. ഇത് പ്ലാസ്മ സ്തരമല്ലേ, ഓർത്താൽ മതി, പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗകാരി ആരാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിൻ്റെ രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫെലൗറി. നെഗ്ലേറിയ ഫെലൗറിയാണ്, ഓർത്തിരിക്കുക. എൻസെഫലൈറ്റിസ് നെഗ്ലേറിയ ഫെലൗറി, നെഗ്ലേറിയ എന്നാണ്. അടുത്ത, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. നിയന്ത്രണ പദ്ധതി, രോഗം വരണ്ട അല്ലേ, പദ്ധതിയുടെ പേരെന്താണത്? അതിവിടെ ആർദ്രം പദ്ധതി ഒന്നുമല്ല, കണ്ടു, അമൃതം അല്ല. നെക്സ്റ്റ് വരുന്നത് ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ടസ്തരം ഏതായിരുന്നു അത്? അറിയാം, ഫ്ലൂറാസ്തരം അല്ലേ, ഇരട്ടസ്തരം ഫ്ലൂറാസ്തരമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലൂറാസ്തരം ഇരട്ടസ്തരമാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, പ്ലൂറൽ ദ്രാവകമുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ ധർമ്മം എന്താണ്? ക്ഷതങ്ങളിൽ നിന്നും മറ്റ് ബാഹ്യമായ ക്ഷതങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശ്വാസകോശത്തെ രക്ഷിക്കുന്ന ആരാണ്? ഈ പ്ലൂറൽ ഫ്ലൂയിഡാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇടിക്ക് ചതഞ്ഞ് പോവില്ലേ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് താഴെപ്പറയുന്നവയിൽ പോർട്ടൽസിലെ ബന്ധമുള്ള സംഭവങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ എന്താണ് നമുക്കിവിടെ പോർട്ടൽസിൽ വായിക്കാം, നോക്കാം. പോർട്ടൽസില എന്ന് പറയുമ്പോൾ അതായത് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നതാണെന്ത്, പോർട്ടൽസില. അതുപോലെ ഒന്നുണ്ട്, പോഷകഘടകങ്ങളെ വില്ലസുകളിൽ നിന്നും കരളിലെത്തിക്കുന്നതുവരാണ് പോർട്ടൽസിലയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുതയുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം എവിടെയാണത്? ആസാമാണ്. ഹിമാലയൻ കഴുതയല്ല കേട്ടോ, കഴുകനാണ്. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം. നെക്സ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്.
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ്. ഇപ്പോൾ ഡിസാസ്റ്ററിൻ്റെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മൊബൈലിൽ, ഡിസാസ്റ്ററാണ് അല്ലേ, അവർ വിട്ടുകൊണ്ടേയിരിക്കും. മഴ അവിടെ ഇന്ന ജില്ല എന്ന് പറഞ്ഞിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആദ്യമേ ആരംഭിക്കുന്ന അല്ലേ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഇനി ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉള്ളൊരു വീഡിയോയും കൂടി നെക്സ്റ്റ് വരാം. ഓക്കെ, താങ്ക് യു.